ഞാറ്റടി മുതൽ കൊയ്ത്തുവരെ കർഷകരുടെ പാടത്ത് എന്ന ആശയം മുൻനിർത്തി ആത്മ പദ്ധതിയുടെ ഭാഗമായി മാങ്ങാട് പാടശേഖരത്തിൽ നടത്തിയ ജൈവ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. പടന്നക്കാട് കാർഷിക കോളേജിലെ ജൈവ നെല്ലിന വികസന പദ്ധതിയുടെ മേൽനോട്ടത്തിൽ ഉദുമ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് ജൈവ കൃഷിയിൽ നൂറുമേനി വിളയിച്ചത്. പടന്നക്കാട് കാർഷിക കോളേജ് സസ്യപ്രചരണ വിഭാഗത്തിന്റെയും ആത്മ പ്ലസ് പദ്ധതിയുടെയും നേതൃത്വത്തിൽ ഉദുമ കൃഷിഭവന്റെ സഹകരണത്തോടെ കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകളെ ഉപയോഗപ്പെടുത്തിയാണ് മാങ്ങാട് പാടശേഖരത്തിൽ ജൈവ നെൽകൃഷിയിൽ നൂറുമേനി വിളയിച്ചത്. ക്ലാസ് മുറിയിലെ പരിശീലനത്തിനപ്പുറം പ്രായോഗിക തലത്തിൽ പാടത്തിറങ്ങി പരിശീലിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. ജില്ലയെ ജൈവ ജില്ലയായി പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഒന്നാം വിളയായി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ജൈവ കൃഷിയിലാണ് വിളവിന്റെ നൂറുമേനി നേട്ടം കൈവരിച്ചത്. മാങ്ങാട് പാടശേഖരത്തിലെ തരിശായി കിടന്ന 4.5 ഏക്കറിലാണ് നെൽകൃഷി ഇറക്കിയത്. ഞാറ്റടി മുതലുള്ള എല്ലാ ഘട്ടങ്ങളിലും ജൈവ കൃഷിയുടെ രീതികൾ മാത്രം അവലംബിച്ചാണ് ഈ കാർഷിക വിജയം എന്നതാണ് ഏറെ പ്രതീക്ഷ നൽകുന്നത്. തുടക്കത്തിലുണ്ടായിരുന്ന ആശങ്ക നെൽച്ചെടികൾ കതിരണിഞ്ഞതോടെ ആശ്വാസത്തിലേക്ക് വഴിമാറി. ശലഭം സംഘകൃഷി പ്രവർത്തകരുടെയും കൃഷിവകുപ്പ് അധികൃതരുടെയും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ശനിയാഴ്ച നടന്ന കൊയ്ത്തുത്സവം ഉദുമ MLA കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം കാർഷിക സംസ്കാരം നാടിന് തന്നെ ഐശ്വര്യമാണെന്നും പതിരില്ലാത്ത പൊൻകതിർ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ് പകരുന്നതെന്നും നല്ലൊരു കർഷകൻ കൂടിയായ MLA പറഞ്ഞു. ഇങ്ങനെയുള്ള കൃഷി പ്രവർത്തനം നമ്മുടെ നാട്ടിലെ അന്യം നിന്നു പോകുന്ന നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ കൃഷി ഡിപ്പാർട്ട്മെന്റ് നല്ല നടപടിയാണ്. അതോടൊപ്പം നാട്ടിലെ മറ്റാളുകൾക്ക് മാതൃകയാണ്. നമ്മളൊക്കെ ഭക്ഷ്യക്ഷാമൂല്യ കാലത്തും അല്ലാത്ത കാലത്തും ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അതായത് ഐശ്വര്യമായിട്ടാണ് നമ്മുടെ നാട്ടുകാരെല്ലാം കാണുക. പക്ഷേ ഇന്നാലും ഉപേക്ഷിച്ച് പശു വളർത്തൽ, അതുപോലെ നെൽകൃഷി എടുക്കൽ, അതൊക്കെ എന്തോ മോശപ്പെട്ട പണി എന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ആളൊക്കെ കാണുന്നത്. അതിന് ബദലായി നമ്മുടെ നാട്ടിലെ ആളൊക്കെ ബോധ്യപ്പെടുത്താൻ ഒരു നല്ല രീതിയാണ് ഈ കൃഷി എന്നാണ് എൻ്റെ അഭിപ്രായം. പടന്നക്കാട് കാർഷിക കോളേജിലെ ജൈവ നെല്ലിന വികസന പദ്ധതിയുടെയും ആസൂത്രണ ബോർഡ് പദ്ധതിയുടെയും മുഖ്യ ഗവേഷകയായ ഡോക്ടർ ടി വനജയാണ് ഈ ജൈവ കാർഷിക സംസ്കാരത്തിനും കാർഷിക മുന്നേറ്റത്തിനും ചൂടും ചുരും പകരുന്നത്. ഇവരുടെ സമയാസമയങ്ങളിലുള്ള മേൽനോട്ടവും നിർദ്ദേശവും ഉദുമ കൃഷി ഓഫീസർ ജ്യോതികുമാരിയുടെ നേതൃത്വത്തിൽ ശലഭം സംഘകൃഷി ഗ്രൂപ്പിലെ വനിതകൾ കഠിനാധ്വാനത്തോടെയും അർപ്പണത്തോടെയും നടപ്പിലാക്കിയതാണ് ഈ പരീക്ഷണം വലിയ വിജയത്തിലെത്തിച്ചത്. ശാസ്ത്ര നേട്ടങ്ങൾ കാലതാമസം കൂടാതെ എളുപ്പത്തിലും വേഗത്തിലും സാധാരണ ജനങ്ങളിലേക്കും കർഷകരിലേക്കും ഫലപ്രദമായി എത്തിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമാക്കുന്നതെന്ന് ഡോക്ടർ വനജ പറഞ്ഞു. ജൈവ ജില്ലയായി പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ലയിലെ ജൈവ നെൽകൃഷി എങ്ങനെ പ്രായോഗികമായി കർഷകന്റെ പാടത്ത് നടപ്പിലാക്കാം, അത് ഗവേഷണ കേന്ദ്രങ്ങളിലെ ക്ലാസ് റൂമുകൾ കേന്ദ്രീകരിക്കാതെ കർഷകന്റെ പാടത്ത് തന്നെ ചെന്ന് ശാസ്ത്രജ്ഞരടക്കമുള്ള ഉദ്യോഗസ്ഥർ ചെന്ന് ഞാറ്റടി മുതൽ കൊയ്ത്ത് വരെ എങ്ങനെ നടത്താം എന്ന് നമ്മൾ പ്രായോഗികമായി പഠിപ്പിച്ചെടുക്കുന്ന ഒരു ആദ്യ സംരംഭമാണിത്. ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഓൺ ഓർഗാനിക് റൈസ് ഫാമിംഗ് എന്നുള്ളത്. ഇതിൻ്റെ 2-3 ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിജയം, ഇതിൻ്റെ ഒരു പ്രത്യേകതയും കണ്ട് മിനിസ്റ്റർ തന്നെ ഇങ്ങോട്ട് വന്ന് നേരിട്ട് കാണുകയുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ വിജയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ശാസ്ത്ര നേട്ടങ്ങൾ എങ്ങനെ വേഗത്തിലും എളുപ്പത്തിലും സാധാരണ ജനങ്ങളിലും കർഷകരിലും എത്തിക്കുക എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാനമായ ലക്ഷ്യം. സമീപത്തെ രാസവളം ഉപയോഗിച്ച് ചെയ്ത കൃഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വിളവാണ് ഈ ജൈവ കൃഷിയിൽ ഉണ്ടായിരിക്കുന്നത്. മാറി നിൽക്കുന്നവരെയും മറഞ്ഞു നിൽക്കുന്നവരെയും ഈ ജൈവ കൃഷി മാതൃകയിലേക്ക് ആകർഷിച്ച് പുതിയൊരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഉദുമ പഞ്ചായത്ത് ഭരണസമിതിയും ആഗ്രഹിക്കുന്നത്. കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കസ്തൂരി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അഹമ്മദ് ഷാഫി, ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദുമ കൃഷി ഓഫീസർ ജ്യോതികുമാരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.